ഇനി വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾക്കൊരുങ്ങാം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. വൻ വിലക്കുറവിനൊപ്പം നേടൂ കൈനിറിയ സമ്മാനങ്ങളും. ഇമ്മാനുവൽ സിൽക്സ് വിഷു ഈസ്റ്റർ ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ. മുതുതല കാരക്കൂത്ത് കോറിയിൽ നിന്നും വീട്ടിലേക്ക് കല്ല് പതിച്ച് അപകടം. മുതുതല പഞ്ചായത്തിലെ 17-ാം വാർഡ് നിവാസി വേളക്കാട്ടിൽ മൊയ്തീൻകുട്ടിയുടെ വീട്ടിലേക്കാണ് നിരന്തരം കല്ല് പതിച്ച് അപകടമുണ്ടാകുന്നത്. കോറിയുടെ പ്രവർത്തനം മൂലം പരിസരവാസികളും വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കോറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. എൻ്റെ വീട്ടിലാണ് ഇതിപ്പോൾ സംഭവിച്ചത്. എൻ്റെ ജ്യേഷ്ഠാഞ്ചന്മാരെ ഞങ്ങളിവിടെ ഒരുപാട് വീടുണ്ട്. ഞങ്ങൾ സ്വന്തക്കാരും ബന്ധുക്കാരൊക്കെ ഉണ്ട്. ഞാനൊരു പ്രവാസിയാണ്. ഞാൻ അപ്പോൾ വന്നതിൻ്റെ പേരിലാണ് ഇത് ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ പോകുമ്പോൾ തന്നെ ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. ഇപ്പോൾ വീടിൻ്റെ മുകളിലൊക്കെ പൊട്ടിയിട്ടുണ്ട്, ചുമന്ന് വീണിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ചില സമയത്തൊക്കെ പാത്രങ്ങളൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സമയത്ത് എപ്പോഴാണ് എന്താണെന്ന് അറിയില്ല. അതേപോലെ തന്നെ ഞങ്ങളെ നാട്ടുകാർക്ക് എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കണം. അതിന് ഒരു മാർഗം കാണിച്ചു തരണം. അതാണ് വേണ്ടത് ഇപ്പോൾ. കാരണം ഇതൊരു നിസ്സാര കാര്യമായിട്ട് എടുക്കാൻ പാടില്ല. ഞങ്ങൾ ഒരുപാട് ഇതിന് മുന്നിട്ട് ഇറങ്ങിയതായിരുന്നു. ആദ്യം ഞങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞങ്ങൾ പിന്മാറിയത്. അതാണ് അവരടുത്ത് നമ്മളെക്കായും പൈസ ഉള്ള അതിൻ്റെ ടീമാണ് അതിൻ്റെ പിന്നിൽ കളിക്കുന്നത്. അതിൻ്റെ കല്ല് വന്നത് 10:10 10:30 മണിയായിരിക്കും. പകൽ സമയത്ത് 10:30 മണിക്ക് കുട്ടികളുണ്ടായിരുന്നതിനവിടെ ഇതായിട്ട്. അപ്പോൾ അത് വീണിട്ട് അതിൻ്റെ താഴെ ഭിത്തി അടക്കം പൊളിഞ്ഞിരിക്കുന്നത് താഴത്ത്. അതിന് കല്ലിനടുത്ത് മണത്ത് നോക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടായിരുന്നു, ഒരു പുക ഉണ്ടായിരുന്നു കല്ലിൻ്റെ മുകളിൽ എടുത്ത സമയത്ത്. ഇറങ്ങാൻ പേടി അത്രക്കും. പിന്നെ ജെർക്കിങ് നന്നായിട്ടുണ്ട്. പിന്നെ റാക്കിൻ്റെ മേലെ വെച്ച പാത്രങ്ങളൊക്കെ ഉരുണ്ട് വീണ് പൊട്ടുക, ചില്ല് പാത്രങ്ങളൊക്കെ സ്റ്റാൻഡിൽ നിന്ന് വീണ് പൊട്ടുക, മുറ്റത്തും തറയിലൊക്കെ നിറയെ പൊട്ടുകളുണ്ട്. എല്ലാ ദിവസങ്ങളും ഏകദേശം ദിവസങ്ങളിലൊക്കെ ഉണ്ട്. പാത്രങ്ങൾ കുറേ പാത്രങ്ങൾ ഞങ്ങളിന്ന് പൊട്ടിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളൊന്നും പറയാതിരിക്കുകയാണ്. ചുറ്റുപാടുള്ള വീടുകളിലത്തെ ആളുകൾക്കൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഉണ്ട്. ഇത് കുറച്ചുകൂടി ഉയർന്ന കാരണം കൊണ്ട് കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. പിന്നെ അവർ അടുത്ത വീട്ടിലൊക്കെ അതേപോലെ ഉണ്ട്. പിന്നെ ഞങ്ങൾ വന്ന സമയത്ത് വർക്ക് ഏരിയയുടെ മേലിൽ നിറയെ ഈ കരിങ്കല്ലിൻ്റെ പൂൾ കല്ലുകൾ കിടന്നിരുന്നു. നമുക്കറിയില്ലല്ലോ ഇതാണോ വീണ, ഞങ്ങളിവിടെ ഇല്ലല്ലോ. ആ വർക്ക് ഏരിയയുടെ മുകളിൽ 5-10 കല്ലുകൾ കിടക്കേണ്ടത് കുട്ടികളെ എറിഞ്ഞതാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ ഇതിപ്പോൾ നേരെ പിന്നെ കൺമുന്നിൽ കണ്ട കാരണം കൊണ്ട് അതും ഇതായിരിക്കാമെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് ജനങ്ങൾ കുറേ കാലമായിട്ട് പിന്നെ ഇത് സമരം ചെയ്തു, ഒരുപാട് കഷ്ടപ്പെട്ടു. സാധാരണക്കാരായ ജനങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത്. ആ പ്രവാസികളുടെ ഒരുപാട് കേസ് നടത്താൻ തന്നെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ അതിനൊന്നും ഒരു ശാശ്വത പരിഹാരം ഉണ്ടായില്ല. കോറി വരികയും അതോടൊപ്പം ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ പോയാണ് ഇതിന് ഈ അനുമതി ലഭിക്കുകയും ഇതിൻ്റെ അനുമതി കൃത്യമായി അവർക്ക് ജിയോളജിയും അതുപോലെ ഹൈക്കോടതിയൊക്കെ കൃത്യമായി അവർക്ക് നിബന്ധനകളോട് കൂടിയാണ് ഇങ്ങനൊരു കോറി പ്രവർത്തിക്കാൻ വേണ്ടി അനുമതി കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ ജനങ്ങളുടെ സ്വത്തിനും അതുപോലെ ജീവനും ഭീഷണിയാവുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു ഒരു കോടതിക്ക് അനുമതി നൽകിയത്. പക്ഷേ ഇവിടെ ഈ പ്രദേശത്തൊക്കെ ഇഷ്ടംപോലെ കല്ലുകളും അതുപോലെയുള്ള ഇതൊക്കെ തെറിക്കാറുണ്ടെങ്കിലും ഒരു വീടിൻ്റെ മുറ്റത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ പരിസരത്തുള്ള വീടുകളൊക്കെ അധികം വിണ്ട് വീടുകൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ കൃത്യമായ നിബന്ധന പാലിക്കാതെ അവർ പല ഭാഗത്തും താഴ്ചയിലും അതുപോലെ തന്നെ ഈ വീടുകളിലൊക്കെ അടുത്തേക്കൊക്കെയാണ് ഈ ഇതുപോലെയുള്ള കോറി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് അനധികൃതമായിട്ട് മണ്ണ് കയറ്റിക്കൊണ്ട് പോകുന്നതായിട്ടും നമുക്കറിയാൻ കഴിഞ്ഞു. കാരണം കൃത്യമായി മണ്ണ് അതേപോലെ ഇതിൻ്റെ നിബന്ധനകളൊക്കെ എതിർത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ കോറിയിൽ നടക്കുന്നത്. അതുകൊണ്ട് ഈ കോറി കർശനമായിട്ട് അത് നിർത്തലാക്കണമെന്നാണ് ഇവിടുത്തെ ജനകീയ കൂട്ടായ്മ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ കളക്ടറേറ്റിലേക്കൊക്കെ കൃത്യമായി പരാതികളുമായിട്ട് പോകുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കോറി ഇവിടെ നിർത്തണം എന്ന് കൃത്യമായി ഞങ്ങളുടെ ഈ ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ വീണിരിക്കുന്നൊരു മുറ്റത്താണ്. ഇവിടെ അവരുടെ കോറിയുടെ നിയമം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാംശം സ്വത്ത് ഈ രണ്ടിനും അപകടം സംഭവിക്കാതെ അവർ പൊട്ടിക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പല വീടുകളും കേടുപാടിലൂടെയാണ്. ഇത് ഇനി ഒരു വ്യക്തിയുടെ മുകളിൽ വീഴാണിച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കോറി ഇവിടെ വരാൻ പാടില്ല, കോറി ഇവിടെ നിർത്തണം. ഇനി ഒരു ഫർദർ ഓർഡർ വരെ കോറി ഇവിടെ പൊട്ടിക്കാൻ പറ്റില്ല. കാരണം അതിന് ജനകീയ കൂട്ടായ്മയാണ് ഇപ്പോൾ കൂടിയിരിക്കുന്നത്. ഇനി ഇവിടെ ജനങ്ങൾ കൂടും, ഇതിന് വേണ്ട രീതികളിൽ മുന്നോട്ട് നീങ്ങും. അതുപോലെ നമ്മൾ പഞ്ചായത്തിൽ റിപ്പോർട്ട് കൊടുക്കും. റിപ്പോർട്ട് നമ്മൾ കളക്ടർക്ക് കൊടുക്കാൻ പോകുന്നുണ്ട്, റവന്യൂവിൽ കൊടുക്കാൻ പോകുന്നുണ്ട്, അതുപോലെ തന്നെ സിയോളജി കൊടുക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഓർഡർ വന്നതിന് ശേഷം ഇനി ഇവിടെ കോറി പൊട്ടിക്കാൻ പറ്റുള്ളൂ. ഇനി
വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾക്കൊരുങ്ങാം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. വൻ വിലക്കുറവിനൊപ്പം നേടൂ കൈനിറയെ സമ്മാനങ്ങളും. ഇമ്മാനുവൽ സിൽക്സ് വിഷു ഈസ്റ്റർ ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ. ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന കൂപ്പണിലൂടെ ഡെയിലി നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, മൈക്രോവേവ് ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ. ഒപ്പം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. സ്ത്രീകൾക്കായി കൈത്തറി സാരികൾ, മ്യൂറൽ പെയിന്റിംഗ് സാരികൾ, ഫാൻസി സാരികൾ, സിൽക്ക് സാരികൾ, പുത്തൻ ട്രെൻഡ് സെറ്റ് മുണ്ടുകൾ, ഡിസൈനർ പട്ടുപാവാടകൾ. മികച്ച കളക്ഷനോട് കൂടി ജെൻസ് വെയർ സെക്ഷൻ, കിഡ്സ് ഫാഷനുകളിലെ വൈവിധ്യങ്ങളുമായി കിഡ്സ് വെയർ കളക്ഷൻ. കൂടാതെ വെഡ്ഡിംഗ് വസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ വൈവിധ്യങ്ങളും. ഇനി ഓരോ ആഘോഷവും വരവേൽക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി.